ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ മോചനത്തിനായി പ്രധാനമന്ത്രി നൽകിയ ഉറപ്പ് സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ അറിയിച്ചുവെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു. ബിഷപ്പ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടു. കന്യാസ്ത്രീമാരുടെ കാര്യത്തിൽ അവർക്ക് വേവലാതിയുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിഷ ദിലീപ് ചേരുന്നു. നിഷ, പറയൂ. 8:45 ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കാക്കനാടുള്ള സെന്റ് തോമസ് മൗണ്ടിലേക്ക് മാർ റാഫേൽ തട്ടിലിനെ കാണാനെത്തിയത്. രോഹിണി 8:45 ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കാക്കനാടുള്ള സെന്റ് തോമസ് മൗണ്ടിലേക്ക് മാർ റാഫേൽ തട്ടിലിനെ കാണാനായി എത്തിയത്. അദ്ദേഹം മാധ്യമങ്ങളോട് കാണുന്നതിന് മുമ്പ് തന്നെ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് 3 ദിവസം മുമ്പാണ് സഭ ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ സമീപിച്ചത്. തുടർന്ന് ഉടൻ തന്നെ അനൂപ് ആന്റണിയെ ഛത്തീസ്ഗഡിലേക്ക് അയച്ചു. അവിടെ വേണ്ട കാര്യങ്ങൾ, കന്യാസ്ത്രീമാരെ എത്രയും പെട്ടെന്ന് ജാമ്യത്തിലെടുക്കാനായി അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിരുന്നു. അന്ന് മുതൽ 3 ദിവസം ആ സമയം മുതൽ തന്നെ സഹായിക്കുന്നതിനായുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. പ്രധാനമന്ത്രിയെ കണ്ടു, നേരിട്ട് താൻ സംസാരിച്ചു. പിന്നീട് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയെ വിളിച്ചു. ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയുമായി താൻ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. പ്രധാനമന്ത്രി ചില കാര്യങ്ങൾ ഉറപ്പ് നൽകിയിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ സഭാ നേതൃത്വത്തെ നേരിട്ട് അറിയിക്കാനാണ് കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലേക്ക് എത്തിയതെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. പിന്നീട് കോടതിയിലുണ്ടായ ചില കാര്യങ്ങൾ അത് ചില രാഷ്ട്രീയ നാടകങ്ങളുടെ ഭാഗമായി സംഭവിച്ചതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കും. സഭ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ സഹായവുമായി രംഗത്തിറങ്ങി. ആര് സഹായിക്കാൻ ആവശ്യപ്പെട്ടാലും മതം നോക്കാതെ തന്നെ അക്കാര്യങ്ങൾക്ക് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ ഉറപ്പ് നൽകിയിരുന്നു. പിന്നീട് ഏതാണ്ട് 15 മിനിറ്റോളം ഈ ബിഷപ്പുമായുള്ള കൂടിക്കാഴ്ച നീണ്ടു. അതിനുശേഷം വീണ്ടും വന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് ബിഷപ്പിനെ നേരിട്ട് തന്നെ അറിയിച്ചു. പക്ഷേ ബിഷപ്പിന് ആശങ്കയുണ്ട്. അക്കാര്യം അദ്ദേഹം അറിയിക്കുകയുണ്ടായി. ഉടൻ തന്നെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ബിഷപ്പും സഭയും മുന്നോട്ട് വെച്ചത്. എന്തായാലും പ്രധാനമന്ത്രി പറഞ്ഞതനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ സഭാ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതിനാണ് നേരിട്ട് തന്നെ താൻ ഇവിടെ എത്തിയതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. രോഹിണി, ശരി. നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.